സാധനം ഇന്ന് ചുണ്ടങ്ങ. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചുണ്ടങ്ങ കൊണ്ടുള്ള ഒരു തോരൻ. ചുണ്ടങ്ങ കണ്ടില്ലേ, ഇതാണ്. അപ്പൊ ചുണ്ടങ്ങ എന്താ ചെയ്യുന്നത്? ചുണ്ടങ്ങ നമ്മള് പണ്ട് വെക്കാറ് ഇതിങ്ങനെ അരി നടു ഇങ്ങനെ മുറിക്കും, എന്നിട്ടാണ് വെക്കാറ്. അപ്പൊ ചെറുതായിട്ട് കയ്പുണ്ടാവും. അപ്പൊ ഇത് കുറച്ചുണ്ട്, അപ്പൊ നമുക്ക് ചതയ്ക്കാം. ചതച്ച കയ്പുണ്ടാവില്ലേ? ചതച്ച് ഇതിന്റെ കുരുവില്ലേ, കുരു പുറത്തേക്ക് പോകും. കുരു കഴിക്കുന്നത് നല്ലതാണ്, ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് കുരു കഴിക്കുന്നത്. അപ്പൊ മുന്നേ നമുക്കിത് ചതയ്ക്കാം. വഴുതനങ്ങയുടെ ഒരു ഇത് മൂത്തിട്ടില്ല. ഇത് ഈ മഴക്കാലം നല്ലൊരു കളറുണ്ടാവും, മാങ്ങയ്ക്ക് ഉണ്ടാവില്ല കളർ, അതുപോലെ മഴ കൊണ്ടിട്ടുള്ള കളറാണ്. അപ്പൊ നമുക്ക് ഇത് ആദ്യം ചതയ്ക്കാം. അതിന് വേണ്ടത് നാളികേരം, പച്ചമുളക്, ചെറുള്ളി. ചുണ്ടങ്ങ ചതച്ച് അത് കഴുകി കൊണ്ടുവന്നു. ഇനി നമ്മള് എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മള് മുന്നേ വേവിക്കേണ്ടത്. അപ്പൊ അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് വെള്ളമല്ല, വെള്ളം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, അതിന് മൂടി വെക്കുക. ഇതിപ്പോഴേ നമ്മളിപ്പോ ഈ കർക്കിടക മാസം ആയതുകൊണ്ടാണ് ഈ വക കണ്ടുപിടിച്ചു. കാരണം കർക്കിടക മാസത്തിലാണ് ഔഷധ ഗുണമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് ശരീരത്തിൽ പിടിക്കുന്ന ഒരു മാസമാണ്. അതിന്റെ വില ചുണ്ടങ്ങ, മുത്തള്, തഴുതായ്മ, തകര, ഇതിന്റെ പത്തില തകര ഇതൊക്കെ വെച്ചത്. അപ്പൊ കത്തിലത്തോരൻ തകരം നമുക്ക് നമ്മുടെ അടുത്ത് കിട്ടിയില്ല. അത് അടുത്ത ദിവസങ്ങളിൽ തകരം വരുമായിരിക്കും. പിന്നെ തഴുതായ്മ കിട്ടില്ല. സെപ്പറേറ്റ് വെച്ചിട്ട്, പിന്നെ പൊന്നാങ്കണ്ണി ചീര അത് വെച്ചിട്ടില്ല. അപ്പൊ ചീഞ്ചട്ടി ചൂടായി, ഇങ്ങനെ ചൂടായി. ഇനി നമ്മള് ആദ്യം കടുക് ഇടാനാ പോണത്. കടുക് പൊട്ടിച്ച് കടുക് പൊട്ടി തുടങ്ങി. നമ്മള് പച്ചമുളകും പിന്നെ ഉള്ളി ചോന്നൂലാണ് തിന്ന. കടുക് പൊട്ടി, അതുപോലെ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്തു. നന്നായിട്ടെല്ലാം ഒന്ന് പച്ചമുളക് മാറാൻ അങ്ങനെ. ഇനി നമ്മള് ഇതിടണു ചുണ്ടങ്ങ. ഇനി നമ്മള് കുറച്ച് ഉപ്പിടാൻ പോവാണ്. ഉപ്പ് കുറച്ചിട്ട് ഇനി മഞ്ഞപ്പൊടി ഇടും. മഞ്ഞപ്പൊടി ഇട്ടു. ഇനി അതൊന്ന് നന്നായി വേവണല്ലേ? നമ്മളൊന്ന് മൂടിച്ച് വേവിക്കാം. ചുണ്ടങ്ങ വെന്തു. ഇനി നമ്മൾ നാളികേരല്ലേ ഇടാൻ പോണേ? നാളികേരം ഇടാം. നാളികേരം ഇട്ടിട്ട് നാളികേരം ഉള്ളത് ഇതിപ്പോ മുത്തളിന്റെ അവസ്ഥയായി. ഒന്ന് കാണായി വെളുത്തിട്ട് ഇരിക്കുന്ന. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ടേസ്റ്റ് ചെയ്യാം. തോരൻ റെഡിയായി, അത് ടേസ്റ്റ് ചെയ്യാൻ പോകും. ഈക്കാണ് സാധനം ആകെ കുറച്ചുള്ളതല്ലേ ഇത്. ഗ്രീൻ പീസില് നാളികേരിട്ട് വെച്ച പോലെ തന്നെ കറക്റ്റ്. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ക്യാമറമാൻ കൊടുക്കുന്നില്ലേ? കുഴപ്പമില്ല. ഇല്ല, ഇത് നമ്മൾ സാധാരണ വെക്കാറ് നാളികേരം ഇടാണ്ട് ഞങ്ങള് വെക്കാറ്. മിളക് കുത്തിപ്പൊടിയും ഉള്ളിയും മുളകും കുത്തി കുടിച്ചിട്ട് അത് നല്ലാണ്ട് ചള്ളായിരിക്കും. അതിന് കുത്തിയാ ടേസ്റ്റ് കേട്ടാ. അതുകൊണ്ടാണ് ഒരു കിണ്ണം ചോറ് അപ്പം തന്നെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിലെ ചുണ്ടങ്ങ റെസിപ്പി എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ സബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. കൂടാതെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.